ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗായ്സ്. സോ ഗായ്സ്, എൻ്റെ ചാനലിലെ സെക്കൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകുന്നു ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ പൗഡർ ആണുള്ളത്. പൗഡർ ഞാൻ കാണിക്കുന്നില്ല, കാണിച്ചാൽ അയ്യേ എന്ന് പറയും. സോ അതുകൊണ്ട് പൗഡർ ഞാൻ കാണിക്കില്ല. സോ ഫസ്റ്റ് ഞാൻ പൗഡർ ഇടും. സെക്കൻഡ് ഞാൻ ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് ലാക്മേയുടെ ഒരു സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ പീച്ച് മിൽക്ക് ക്രീം മോയ്സ്ചറൈസറാണ്. സോ മോയ്സ്ചറൈസർ ഇടും ഗായ്സ്. എനിക്ക് അധികം മോയ്സ്ചറൈസറിൻ്റെ ഇഷ്ടമില്ല. പിന്നെ നമുക്ക് ഏറ്റവും മസ്റ്റായിട്ടുള്ള സാധനം ഈ സമയത്ത് വന്നുണ്ട്. സോ ഇതിന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. സോ ബ്ലെൻഡ് ചെയ്തു ഗായ്സ്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് സൺസ്ക്രീനാണ്. നമുക്ക് ഈ വെയിലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സൺസ്ക്രീൻ. അപ്പം ഞാനിവിടെ 2 സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് വാസലിൻ്റെ ഒരു ഗ്ലൂട്ടോ ഹൈയ SPF 50 PA+++ സൺസ്ക്രീനാണ്. നല്ലൊരു സൺസ്ക്രീൻ. അതിനകത്ത് ഗ്ലൂട്ടോ ഗ്ലോ 1 ഉണ്ട്. സോ ഇത് നമ്മുടെ സീക്ക സൺസ്ക്രീനാണ്. ഗുഡ് വൈസിൻ്റെ SPF 15 PA+++ സീക്ക സൺസ്ക്രീനാണ്. സോ ഞാനിവിടെ എടുക്കാൻ വേണ്ടി രണ്ടും നല്ല സൺസ്ക്രീനാണ്. പക്ഷേ ഞാനിവിടെ അറ്റിസിറ്റി വാട്ടർ പിപി എത്തും കൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് എടുക്കാം. അറ്റിസിറ്റി വാട്ടർ പിപി എത്തും കൊണ്ട് പൊക്കോളൂ. പോയി നമുക്ക് സീക്ക ഇടാം ഗൈസ്. അതൊരു ഗ്ലൂട്ടോ എടുത്താൽ ഗ്ലോ തരും. ബട്ട് നമുക്ക് സീക്ക കിട്ടിയത്. സോ സീക്ക ഇടണം. സീക്ക നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സൺസ്ക്രീൻ നല്ലോണം വാരിപ്പൊത്തണം. കയ്യിലൊക്കെ വാരിപ്പൊത്തണം, കാരണം ഇപ്പോൾ വെയിലാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് വന്ന് ഓക്കെ. എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് ഗൈസ്. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? സോ ഗൈസ്, ഞാൻ ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. എനിക്കൊരു ഹോളി കമ്മ്യൂണിയനാണ്. സോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ഗ്ലോയൊക്കെ വേണ്ടി, ഒരു ഡ്യൂയി ഗ്ലോയൊക്കെ തരാൻ ഞാൻ എടുക്കുന്നത് NYBയുടെ പ്രോ സ്റ്റോപ്പ് ക്രീമാണ്. ഇതിനകത്ത് 3 in 1 ആണ്. ഹൈലൈറ്റർ, മോയ്സ്ചറൈസർ, പ്രൈമർ. അത് നമുക്ക് ഈ 3 സാധനം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ഇത് തയ്ച്ചാലും മതി. കാരണം ഇത് 3 in 1. സോ ഗായ്സ്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വാരിപ്പൊത്തുന്നുണ്ട്. ഇവിടെ ഞാനൊരു കോളം വരയ്ക്കണ പോലെ ഒരു വാരിപ്പൊത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നല്ല സൺലൈറ്റ് വന്നിട്ടില്ല. സോ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ടാപ്പിങ്സ് കൊടുക്കുന്നുണ്ട്. സോ ഗായ്സ്, ഞാൻ എൻ്റെ ഇതിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് എഴുതേണ്ട ഐലൈനറാണ്. ഇത് നമ്മൾ നോർമൽ ഒരു ഡാസ്ലർ ഐലൈനറാണ് ഞാൻ പണ്ടേ തൊട്ട് ഉപയോഗിക്കുന്നത്. ഡാസ്ലർ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഡാസ്ലറിൻ്റെ ഐലൈനറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ഇവിടെ ഒന്നും നല്ലോണം ഒന്നും എഴുതാൻ പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതുകയാണ് ഗൈസ്. പിന്നെ ഗൈസ്, എൻ്റെ മസ്കാരോ തീർന്നു. സോ ഡാസ്ലർ ഇതിവിടെ ശരിയായില്ല. അത് ഞാൻ താഴെ പോയി മിറർ നോക്കി ശരിയായിക്കോളാം. നമ്മുടെ മസ്കാരോ ഇടുന്നത്, അതുകൊണ്ട് ഐലൈനർ തന്നെ ഞാൻ മസ്കാരോ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഗൈസ്. മസ്കാരോ ആയിട്ട് ഉപയോഗിക്കുകയാണ്. തീർന്നല്ല, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. സോ ഇത് മസ്കാരോ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, അടുത്ത ഞാൻ ഇടാൻ പോകുന്നത് ലിബാമാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടില്ല. എനിക്ക് ഇപ്പം ലിപ്സ്റ്റിക്കിനോട് താല്പര്യമില്ല. തോന്നുമ്പോൾ ഇടും. എൻ്റെ ലിപ്സ്റ്റിക്ക് ഡേറ്റ് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. സോ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതെനിക്ക് ആ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഭയങ്കര ഒരു പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. സോ ഗൈസ്, ഞാനൊരു
കുറച്ച് ലിപ് ബാം വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ലിപ്പ് നല്ല ഡ്രൈ ആണ്. സോ ലിപ് ബാം ഇടും. പിന്നെ ഇത് ഹിമാലയയുടെ ഒരു ലിപ് ബാമാണ്, നല്ലൊരു ലിപ് ബാമാണ്. എനിക്ക് ഹിമാലയയുടെ ഫേസ് വാഷ് എനിക്കിഷ്ടമില്ല, കാരണം പിമ്പിൾസ് വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ വന്നത്. സോ ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് സ്കിപ്പ് ചെയ്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷാണ്. പ്ലമ്മിൻ്റെ ഒരു നല്ല ഫേസ് വാഷാണ്. ഹിമാലയയുടെ എനിക്ക് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്തത്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. സോറി ഗൈസ്, ഞാൻ മുടി വെട്ടാൻ മറന്നുപോയി ഗൈസ്. ചീപ്പ് ഗൈസ്, ചീപ്പ് കാണില്ല. ഞാൻ അയച്ചിടാനാണ് എനിക്ക് തോന്നണത്. എൻ്റെ മുടി ഒരു കൊല്ലാത്ത മുടിയാണ്. ഞാൻ വെട്ടിയിട്ട് ഒരുമാതിരി കിടക്കുവാണ് ഗൈസ്. ഞാൻ നൈസായിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇടുന്നുള്ളൂ. പിന്നെ എനിക്കൊന്ന് എൻ്റെ ഇത് മമ്മിയുടെ ഡ്രസ്സാണ്, എനിക്കൊന്ന് ഇൻസേർട്ട് ചെയ്യണം. സോ ഗൈസ്, ഇൻസേർട്ട് ചെയ്യും ഗൈസ്. ഇതുള്ള ഒരു കുഞ്ഞു പൊട്ടും കൂടെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ കഴിഞ്ഞിരിക്കുവാണ് ഗൈസ്. ഗൈസ് എനിക്ക് ശരി വന്നിട്ട് ഗൈസ്. ഞാനങ്ങനെ കുഞ്ഞു പൊട്ടും കൂടെ തൊട്ട് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും വരാനേ ആയിരിക്കും. അപ്പം ബൈ.